ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. ഇന്ന് നമ്മൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു റെയിൻബോ ഹെയർ ക്ലിപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ക്ലേ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റെമ്മൊക്കെ ചെയ്തെടുക്കില്ലേ, ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ക്ലേ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ കുറച്ച് പീസ് എടുക്കുക. എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് സ്റ്റെമ്മിൻ്റെയൊക്കെ രീതിയിലാക്കി എടുക്കാം കേട്ടോ. അങ്ങനത്തെ ഒരു 7 പീസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ റെയിൻബോ ക്ലിപ്പാണല്ലോ ചെയ്യുന്നത്. നമുക്കറിയാം റെയിൻബോ എന്ന് പറയുമ്പോൾ 7 കളേഴ്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ 7 പീസാക്കി എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമുക്കതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു പീസ് വെച്ച് കൊടുക്കുക. പിന്നെ അടുത്ത പീസ് അതിന് മുകളിലായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത് മനസ്സിലാവും. പിന്നെ മഴവിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു സ്കെയിൽ വെച്ചിട്ട് ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യണ പോലെ നമ്മൾ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് കുറച്ചുകൂടി മുകളിലേക്കായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ക്ലേ എടുത്തിട്ട് ഇതുപോലെ 2 പീസ് എടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. പിന്നെ എപ്പോഴും നമ്മൾ ക്ലേ നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം പെയിൻറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ ഒരു മഴവില്ലിൻ്റെ രീതിയിലുള്ളതും പിന്നെ ഈ 2 ഉരുണ്ട ഷേപ്പിലുള്ളതുണ്ടല്ലോ, അതൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വയ്ക്കുക കേട്ടോ. ക്ലേ നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ അതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു റെയിൻബോ ഷേപ്പിലുള്ളതിന് നമ്മൾ റെയിൻബോൻ്റെ കളർ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ക്ലേ വെച്ച് വേറെ 2 പീസ് കൂടി ചെയ്തിട്ടില്ലേ, അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ മേഘങ്ങളുടെയൊക്കെ രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ അതും കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മഴവിലൂടെ സെറ്റായിട്ടുണ്ട്. പെയിൻറ്റൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ആ ബാക്കിയുള്ള 2 എണ്ണത്തിന് കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ കളേഴ്സ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കുക. പിന്നെ പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതുമേലായിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റ് അടിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു ഹെയർ പിന്നോ അല്ലെങ്കിൽ ടിക് ടാക് സ്ലൈഡോ എടുക്കുക. എന്നിട്ട് അതുമേലായിട്ട് നമ്മുടെ ആ ഒരു റെയിൻബോ ഷേപ്പിലുള്ളതൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹെയർ ക്ലിപ്പിൻ്റെ പണി അത്രേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കാണാനായിട്ട് നല്ല ക്യൂട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.